1.5 വയസ്സുകാരിയുടെ ഒരു നിലയ്ക്കാത്ത നിലവിളി സ്വന്തം സഹോദരിയുടെ മാനമാണ് രക്ഷിച്ചത്. എത്ര എത്ര ക്രൂരമാണ് ഒരു സംസ്ഥാനം! എവിടെയാണ് ലാൻഡ് ഓർഡർ? അങ്ങനെ ചോദിക്കേണ്ടി വരും. എവിടെയാണ് വനിതാ സംവരണം? എവിടെയാണ് വനിതാ മതിൽ? എവിടെയാണ് ജാഗ്രതാ സമിതി? എവിടെയാണ് വിമൻസ് കമ്മീഷൻ? ഇങ്ങനെ ഓരോ സംവിധാനങ്ങളാണ്. ഇതെവിടെയാണെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, നമുക്ക് ഒരു സിസ്റ്റത്തെ നമ്മൾ കുറ്റപ്പെടുത്തി എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുക എന്നുള്ള ശീലമുള്ള ആളല്ല ഞാനൊന്നും. ഒരിക്കലും നമ്മൾ കുറ്റം, ഇതെല്ലാം അവരുടേതായ ജോലി അവർ ഭംഗിയായി നിർവഹിക്കുന്നു. ഇപ്പോൾ വിമൻസ് കമ്മീഷനൊക്കെ ഒരുപാട് അവർക്ക് പറ്റാത്തത്ര കേസാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് നേരിട്ടറിയാവുന്നുള്ളൂ വനിതാ കമ്മീഷനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരൊന്നും കുറ്റം പറയാനും കഴിയില്ല. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട്. അത് ജനത എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ജനതകൾക്കുള്ള പ്രശ്നങ്ങളാണോ, നമ്മുടെ സംവിധാനങ്ങൾക്കുള്ള പ്രശ്നമാണോ? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? അതോ ഈ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ? അതോ ഏത് സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരെയും 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സംസ്കാരം എല്ലാ സ്റ്റേറ്റുകൾക്കും ഉള്ളതിൻ്റെ ഭാഗമാണോ? എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്ന തിരുവല്ലയ്ക്കടുത്ത് 13-14 വയസ്സായ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് 5-6 വീടുകൾക്ക് അപ്പുറം താമസിക്കുന്ന, ജോലിക്ക് വന്ന് താമസിക്കുന്ന 2 ബംഗാളികൾ ഈ പെൺകുട്ടി, ആ കുഞ്ഞിനെ 1.5 വയസ്സുള്ള അവിടുത്തെ കുട്ടിയെ, അടുത്ത കുട്ടിയെ, താഴെയുള്ള കുട്ടിയെ അവിടെ നിർത്തിയതിന് ശേഷം ഈ 13 വയസ്സുകാരി, 13-14 ആ വയസ്സുകാരി ഇറങ്ങി വെളിയിൽ തുണിയെടുക്കാൻ സമയത്ത് ശുചിമുറിയിൽ കയറിയിരിക്കുക 2 പേർ അയൽവക്കത്തുള്ളവർ. പിന്നെ എന്നിട്ട് ഈ 14 വയസ്സുകാരിയൊക്കെ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊരു മനസ്സായിരിക്കും! എന്തൊരു കഠിന ക്രൂരനാണ് ചെയ്യാൻ പറ്റുന്നത്. എങ്കിൽ ചോദിക്കും 18 വയസ്സ് കഴിഞ്ഞാൽ ബലാത്സംഗം. അങ്ങനെയല്ല, ഒരു സെക്ച്വൽ കാര്യങ്ങൾ തോന്നുന്നതുകൊണ്ടാണല്ലോ ഈ ബലാത്സംഗമൊക്കെ വരുന്നത്. തോന്നാനൊരു പ്രായമെങ്കിലും വേണ്ടേ? അതുപോലുമില്ലാത്ത ചെറിയ കുട്ടിയുടെ, മകളുടെ അല്ലെങ്കിൽ അനിയത്തിയുടെയൊക്കെ പ്രായമുള്ള കുഞ്ഞിനെ കൈകാര്യം ചെയ്യാനുള്ള നരാധമന്മാർ ആരായാലും 2 പേരെ പിടിച്ചു. ആ പെൺകുട്ടി, നമ്മൾ സല്യൂട്ട് കൊടുക്കേണ്ടത് ആ കൊച്ചുകുട്ടിക്കാണ്. ആ കൊച്ചുകുട്ടികളെ നിലവിളിച്ചപ്പോഴാണ് അയൽവക്കക്കാർ ഓടിക്കൂടി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഒരുത്തനെ അകത്തിട്ട് പിടിച്ചു, അവനെ കൈകാര്യം ചെയ്തു. ഒരുത്തനെ ഓടിച്ചിട്ട് പിടിച്ച് കൈകാര്യം ചെയ്തു. എന്തായാലും ആ ബംഗാളി ആയതുകൊണ്ടാണ് അവനെ പിടിക്കാൻ പറ്റിയത്. കാരണം അവന് റൂട്ടൊന്നും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. മലയാളിയായിരുന്നു ചിലപ്പോൾ പിടിക്കാനും പറ്റത്തില്ലായിരുന്നു. അവൻ കൃത്യമായിട്ട് ഓടി രക്ഷപ്പെട്ടേനെ. എന്തായാലും പിടിച്ചു. ഇത് വളരെ വലിയ ഗൗരവമായ വിഷയമാണ്. 35 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ കിടക്കുന്നത്. അവരെ നമുക്ക് എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പഞ്ചായത്തുകളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ലേബർ വകുപ്പും വളരെ ഗൗരവമായി, പോലീസ് വകുപ്പും ഇത് ഗൗരവമായി ആലോചിക്കണം. കൃത്യമായി ആലോചിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പെരുമ്പാവൂർ ജിഷമാരും വാളയാർ പെൺകുട്ടികളുടെ കഥയും ഇതുപോലെ തിരുവല്ല കുട്ടിയുടെ കഥയുമൊക്കെ ഇനിയും വരും. കൃത്യമായി നമുക്കൊരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ഫേസ്ബുക്കിലെ സ്വാധീനം എല്ലാം ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അശ്ലീലമായ റീൽസുകളാണ് ഒരുപാട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം മനുഷ്യനെ സ്വാധീനിക്കും. പിന്നെ ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്നറിയില്ല, മദ്യപാനികളാണ്, ഗഞ്ചാവ് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയില്ല, ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പുതിയ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ പെൺകുട്ടികളുടെ മാനത്തിന് വലിയ വിലയുണ്ടെന്ന് ആരെയാണ് പഠിപ്പിക്കുന്നത്?